تدعو. ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് കൂറ്റനാട് ജുമാ മസ്ജിദിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ്. ഇന്ന് കൂറ്റനാട് ദേശീയ ഉത്സവമാണ്, അതായത് കൂറ്റനാട് നേർച്ച 2025 കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ടാവുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കൂറ്റനാട് ഫെസ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഈ ആനകളൊക്കെ വരുന്നതും അതേപോലെ തന്നെ ഈ ചെണ്ടകളും വാദ്യങ്ങളൊക്കെ ഉള്ള ആ ഒരു പരിപാടികളാണ് ഇന്നത്തെ നമ്മളെ ഈ ഫസ്റ്റ് വീഡിയോയിലുണ്ടാവുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വെയിലത്ത് വന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിട്ടാണ്, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കട്ടെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കൂറ്റനാട് ശുഹദാക്കളുടെ ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ നാടിൻ്റെ ആശാകേന്ദ്രമായ ഒരു മക്കാമാണ് ഇവിടെ നിലകൊള്ളുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട ഈ മക്കാമിൽ ജാതി മത ഭേദമന്യേ അനേകം ജനങ്ങൾ 3 ദിവസമായി ഇവിടെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 4 തുടങ്ങിയ മജ്ലിസുന്നൂറിൽ തുടങ്ങിയ ഈ സിയാറത്ത് മജ്ലിസുന്നൂറിൽ ഏകദേശം 5000 ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. 5000 ആളുകൾക്കും ഭക്ഷണം ഇരുത്തി വിളമ്പിയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നടന്ന മക്കാം സിയാറത്തും മക്കാം പട്ടുമൂടലും 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ നാട്ടിലെ തന്നെ കാരണന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുകയുണ്ടായി. ഇന്ന് ഇൻഷാ അല്ലാഹ് 1:30 കൊടികയറ്റം നടക്കുകയാണ്. ഇവിടുത്തെ കാരണന്മാരുടെയും ഖത്തീബ്മാരുടെയും പ്രദേശത്തെ ഖത്തീബ്മാരുടെയൊക്കെ സാന്നിധ്യത്തോടുകൂടി ഇന്ന് 1:30 നമ്മുടെ കൊടികയറ്റം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഈ മഹത്തായ ഈ ആണ്ട് നേർച്ച വളരെ ഭംഗിയായി നടത്തി എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും അന്നദാനത്തിന് വേണ്ടിയിട്ടൊക്കെ സഹായിച്ച ഫണ്ടുകൾ ശേഖരിച്ച് എല്ലാവരും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും, ജാതി മത ഭേദമന്യേയുള്ള എല്ലാ നാട്ടുകാർക്കും ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേന്ദ്ര ജമാഅത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ കേന്ദ്ര ജമാഅത്തിൻ്റെ നേർച്ച ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് കൂറ്റനാട് ജുമാ മസ്ജിദ് കേട്ടോ. ഈ ജുമാ മസ്ജിദിൻ്റെ ചരിത്രം അതേപോലെ തന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഈ ഒരു ആനകളെല്ലാം നിരന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, കൂറ്റനാട് ടൗൺ. ആ ഭാഗത്ത് പോവാം, അവിടുത്തെ കാഴ്ചകൾ കാണാം. വാ. മോഡലും താങ്ക് യു. നിങ്ങൾ വീഡിയോ എടുത്ത് ചെയ്യണിച്ചു, അപ്പോൾ നല്ല സ്വാഗതമൊക്കെ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് തന്നെ. ഭയങ്കര വെയിലാണ് കേട്ടോ പാലക്കാട്, ഭയങ്കര ചൂടുണ്ട്.
വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള സൗകര്യം വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. ടീം കമ്മിറ്റി ഏതാണെന്നറിയോ? നാരായണൻകുട്ടി ആനയെ കൊടുത്ത പാപ്പമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആനകളെ തലപൊക്കരുത്. ഒരു കാരണവശാലും ആനകളെ തലപൊക്കാൻ പാടുള്ളതല്ല. പാപ്പമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൃത്യം 11 മണിക്ക് ആനകളെ പിരിച്ചുവിടേണ്ടതാണ്. ടീമുകളെല്ലാം ബാക്ക് സെറ്റ് അവിടെ നിർത്തി ടീമുകളെല്ലാം പിരിഞ്ഞു പോകേണ്ടതാണ്.